ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് എൻ്റെ എക്സാം ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എന്താ പറയുക, എൻ്റെ ബ്രദറിൻ്റെ പാല് കാച്ചലുണ്ട് കേട്ടോ. പാല് കാച്ചൽ എന്ന് പറയുമ്പോൾ കുടിരിക്കലിൻ്റെ തലേന്ന് തന്നെ നമ്മൾ ആ വീട്ടിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ നടത്തുമല്ലോ. അപ്പോൾ ഞങ്ങൾ പെരക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ എക്സാം ഉണ്ടായതുകൊണ്ട് മക്കളെല്ലാവരും എക്സാം ഉണ്ടായതുകൊണ്ടല്ല, രാവിലെ തന്നെ അങ്ങോട്ട് പോയി 4:30 ആയപ്പോഴാണ് കേട്ടോ പോയത്. പിന്നെ സുബിസ്കാർക്ക് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇരുന്നു. പിന്നെ അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും, എന്നിട്ട് പിന്നെ പാല് കാച്ചുക, അതന്നെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തിയപ്പോൾ അങ്ങനെ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. ജസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചിട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് 6:45 ആയപ്പോൾ എനിക്ക് ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. അങ്ങനെ അവളോട് ടാറ്റൊക്കെ പറഞ്ഞിട്ടാണ് പോരുക കേട്ടോ. ആൾ ടാറ്റൊക്കെ തരാൻ നല്ല ഉഷാറാണ്. പിന്നെ 6:45 ആയപ്പോൾ ഞാൻ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് 8:45 8:30 ആയപ്പം 8:15 ആയപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടു. പക്ഷെ മൂപ്പരാൾ വരെ എത്തിയിട്ടില്ല. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ആളെത്തിയിട്ടു. സോ ആളുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കരക്കുന്ന് ഇറങ്ങി ഞാൻ എക്സാമിന് പോകാൻ വിചാരിച്ചു. ആരെങ്കിലും ഉണ്ടാവും എക്സാമിൻ്റെ ദിവസം ഹോൾ ടിക്കറ്റ് മറക്കണേ? ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. പെന്നെടുക്കാൻ മറന്നതിന്, പെൻസിൽ എടുക്കാൻ മറന്നതിന്, ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറന്നതിന്, പിന്നെ എന്ത് കണ്ടിട്ടാണ് എക്സാമിൽ പോയതെന്ന് എനിക്കറിയില്ല. അങ്ങനെ വൈക്കം തന്നെ ഹാൾ ടിക്കറ്റ് എടുത്തു. കാരണം ഹാൾ ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ എക്സാമിന് എങ്ങനെയാണ് ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുത്തതെന്ന് കുറേ ആലോചിച്ച് തപ്പിപ്പിടിച്ച് വാട്സപ്പിൽ നിന്ന് സെൻഡ് ചെയ്തതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഹോൾ ടിക്കറ്റ് എടുത്തത് കേട്ടോ. അങ്ങനെ ഹോൾ ടിക്കറ്റൊക്കെ എടുത്ത് എക്സാം ഹാൾക്ക് ചെന്ന് കുറച്ച് നേരം പഠിച്ചാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 2-3 പഠിച്ചിട്ടുള്ളൂ. ജസ്റ്റ് വായിച്ചു നോക്കി. അപ്പോൾ തന്നെ സാറ് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് സത്യം പറയാലോ, ഇന്നത്തെ എക്സാം എനിക്ക് ഭയങ്കര അടിപൊളിയാണ്. കാരണം മറ്റുള്ള എല്ലാ എക്സാമിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ എക്സാം നല്ല സുഖമായിട്ട് തോന്നി കേട്ടോ. അത്യാവശ്യം അറ്റൻഡ് ചെയ്തൊക്കെ മാറിയൊരു സന്തോഷം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫലാഫിലും ജ്യൂസും കുടിച്ചു. ചോക്ലേറ്റ് ജ്യൂസ് കേട്ടോ പറഞ്ഞത്, പക്ഷേ ഇതെന്താ വെള്ള കളറിൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബസ്സിന് വേണ്ടി കാത്തിക്കുന്നു. ബസ്സിനല്ല, ഓട്ടോറിക്ഷയ്ക്ക് സ്റ്റാൻഡ് വരെ പോകാൻ മൂപ്പർക്ക് എന്തോ പണിയുണ്ടാകും പോലും. അങ്ങനെ മൂപ്പര് എന്നെ വലിയ സ്നേഹത്തിൽ തണലൊക്കെ നിർത്തി ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് തന്നിട്ടോ. അങ്ങനെ എന്താ പറയുക, ഓട്ടോറിക്ഷയ്ക്ക് ഭയങ്കര ബ്ലോക്കായി തന്നെ മനുഷ്യന്മാർ. അയാളാണ് എപ്പോഴും പോവുക സ്ഥലത്തിലിട്ട് ഓട്ടോറിക്ഷയിലിരുന്ന് അങ്ങനെ ബ്ലോക്ക് കൂടെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ബസ്സിലെത്തിയപ്പോൾ ഒരു സമാധാനം. കാരണം സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കയറിക്കണമെങ്കിൽ ബസ് കിട്ടും, സീറ്റും കിട്ടില്ല. അപ്പം ബസ്സിലത്തെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോയിട്ടു. അതിൽ പിന്നെ അവിടുന്ന് കുടിരിക്കലിൻ്റെ വീട്ടിലോട്ട് പോയത്. കുടിരിക്കലുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സ്ഥലം ശരിക്കും അറിയില്ല. അങ്ങനെ 40 ഉറുപ്പ്യക്ക് ഓട്ടോറിക്ഷ കൊടുക്കേണ്ട പൈസക്ക് ഞാൻ 60 ഉറുപ്പ്യക്ക് പൈസ കൊടുത്തിട്ട് പെരയിലെത്തി. അങ്ങനെ ആളെന്നെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആവാൻ വിചാരിച്ചു. കാരണം രാവിലെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഇനി സമയം കിട്ടിയിട്ടില്ല. ആ 4 മണിക്കൊന്നും മേലേക്കാനും കൂടെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിൽ പോകാൻ വിചാരിച്ചു. എന്നിട്ട് അവിടുന്ന് ഫ്രഷ് ആയിട്ട് പിന്നെയും കുഴിക്കലിൻ്റെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പോയപ്പോൾ കഫേ പോയി എന്താ പറയുക, ഒരു ഗ്ലാസ് കോഫി, പിന്നെ ഞങ്ങൾക്ക് ചായ ഒന്നും കുടിച്ചിട്ടില്ലേനും. കാരണം അവിടെ അത്യാവശ്യം തിരക്കില്ല, എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പം ഇനിയിപ്പോൾ പെരേ പോയി ഇനി ഉണ്ടാക്കി കുടിക്കേണ്ട വിചാരിച്ചിട്ട് ആദ്യമൊന്നും എനിക്ക് ഉറങ്ങണേനെ. അപ്പോൾ ഞാൻ ആദ്യം അതാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ചിക്കൻ നിറച്ചെന്നാണ് പറഞ്ഞത്, അതും പിന്നെ ഒരു കോഫിയും കുടിച്ച് വീട്ടിൽ പോയിട്ടോ. അത് കഴിഞ്ഞ് രാത്രി 8 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കുടിക്കലടക്കണ പറ്റിയിട്ട് എല്ലാവരും എത്തിക്കണ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എത്തി, എല്ലാവരെയും കാണാനൊക്കെ പോയി. സോ ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ, കാരണം എല്ലാവരും വന്നു. അങ്ങനെ എനിക്ക് എന്തുകൊണ്ടും നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. 10:45 ആയിട്ടും ആരും അവിടെ നിന്ന് പോയിട്ട്